ഇനി മറ്റൊരു കാര്യം നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങളൊന്ന് പരിശോധിക്കണം, പത്രക്കാരാണല്ലോ, നിങ്ങൾ അന്വേഷണാത്മകമായ പത്രപ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. ഇവരുടെ ഈ പറയുന്ന ഫോറസ്റ്റിൻ്റെ ഐബികളിൽ അവരുടെ ഗസ്റ്റ് ഹൗസുകൾ രാത്രി കാലങ്ങളിൽ തോന്നിവാസത്തിൻ്റെ കേന്ദ്ര അറിയാം നിങ്ങൾക്ക്? തോന്നിവാസത്തിൻ്റെ അവിടെ പെണ്ണും പെടക്കോഴിയും ഈ പറയുന്ന വ്യഭിചാരവും കള്ളുകുടിയുമാണ് കേരളത്തിലെ മുഴുവൻ ഫോറസ്റ്റ് ഐബികളിൽ നടക്കുന്നത്. നിങ്ങൾക്കാർക്കും അങ്ങോട്ട് കയറിപ്പോകാൻ പറ്റുമോ? ഈ കാട്ടിൻ്റെ ഉള്ളിലെ സുഖവാസ കേന്ദ്രങ്ങൾ. എന്നിട്ട് ഇന്ത്യയിലെ IFSകാർ വരിക, ഇവിടെയുള്ള IFSകാർ അവർക്ക് പെണ്ണ് കൂട്ടി കൊടുക്കാൻ കുറേ ഉദ്യോഗസ്ഥന്മാർ. ഇങ്ങനെ നിൽക്കുന്ന മലീമസമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റായി ഫോറസ്റ്റ് മാറി. എത്ര കോടി രൂപയാണ് ഫോറസ്റ്റിൻ്റെ അകത്ത് ചിലവാക്കുന്നത്? നിങ്ങളാരെയും കണ്ടിട്ടുണ്ടോ 100 രൂപ ചിലവാക്കിയത്? പോയി നോക്കാൻ പറ്റുമോ? സോഷ്യൽ ഓഡിറ്റിങ്ങിന് പറ്റുമോ? കോടിക്കണക്കിന് വനം ഇവിടെ വെച്ച് പിടിപ്പിക്കുന്ന കണക്കാണ്. ഒരു മരം നിങ്ങളൊന്ന് കാണിച്ചെന്നേ. ഇവിടെ റോഡ് പണി നടക്കുമ്പോൾ മനുഷ്യർക്ക് പോയി നോക്കാം, പഞ്ചായത്ത് പ്രസിഡന്റിന് പോയി നോക്കാം, മന്ത്രിക്ക് നോക്കാം. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ വൻ കൊള്ള ആർക്കറിയാം? അവരവിടെ കിണർ കുത്തി, അവിടെ കനാല് കെട്ടി, അവിടെ കയ്യാല കെട്ടി 10 ലക്ഷം മരം വെച്ചു എന്ന് ഇവർ പറഞ്ഞ ആ കടലാസിൽ എഴുതിയിട്ട് ഇവർ കൊണ്ട് നടക്കുന്ന കുറച്ച് കോൺട്രാക്ടർമാരുണ്ട്. ഇങ്ങനെ കൊടും കൊള്ള നടക്കുക, എന്നിട്ട് മനുഷ്യനെ കൊല്ലുക. ഈ രീതിയിൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ടുണ്ട്. 8 കൊല്ലമായി പിണറായി തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിണറായിക്ക് വല്ലതും അറിയോ ഈ ഫോറസ്റ്റിൽ എന്താ നടക്കുന്നതെന്നുള്ളത്? ഏതെങ്കിലും ഒരു കാലത്ത് CPM ഈ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ടോ? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ.